തങ്ക തങ്ക ഓ വാ അങ്ങോട്ട്. ഇതാരിത്? എന്തായി? എന്താവാനടി? എന്താവാനെ കൊണ്ടാ? എന്താണ് പരിപാടി? ഞാനേ എന്താ ഭർത്താവിന് വെഡിങ് ആനിവേഴ്സറിക്ക്. ഭർത്താവിന്റെ വെഡിങ് ആനിവേഴ്സറി? ഓ, ഭർത്താവ് 70-ാം വയസ്സടി. എന്ത് പറഞ്ഞ? ഭർത്താവിന്റെ പിറന്നാള്. പിറന്നാള്, ബർത്ത്ഡേ. ബർത്ത്ഡേ. ആ അതിന് അത് ഒരു ഷർട്ട് വാങ്ങിച്ചു കേട്ടോ. ആര് മേടിച്ച്? ഞാൻ മേടിച്ചടി. സമ്മാനം കൊടുക്കാനോ? ഓ, ഭർത്താവിനോ? ഓ, അങ്ങനെയൊക്കെ എനിക്ക് കൊടുക്കില്ല. അങ്ങേര് വാങ്ങിച്ചു തരും. ജമാളിന് വാങ്ങിച്ചു തരും. ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് അതിന് എത്ര വർഷമായി? 45 വർഷം വരെ ആയില്ലേടി. ഇപ്പോഴും ചെയ്യോ ഇതൊക്കെ? ഞങ്ങൾ വർഷം തോറും വാങ്ങിക്കും. വെഡിങ് ആനിവേഴ്സറിക്കോ? ഓ, അപ്പോഴും വാങ്ങിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും സമ്മാനം കൊടുക്കും. അപ്പൊ പ്രാവശ്യം കൊടുത്തില്ലെങ്കിലോ? അത് കൊടുക്കും. ഞങ്ങൾ എങ്ങനെങ്കിലും കുടുംബശ്രീയിൽ നിന്ന് പൈസയൊക്കെ വാങ്ങിച്ചൊക്കെ എടുത്ത് മേടിച്ചു കൊടുക്കും. ഇപ്രാവശ്യം ഷർട്ട് മേടിച്ചോ? ഓ, ഷർട്ട് മേടിച്ചടി. അപ്പൊ ഭയങ്കര സന്തോഷമല്ലോ. പിന്നെ ഇന്ന പിറന്നാള്? ഓ, അത് ശരി. നീ ഇതൊക്കെ ആദ്യമായിട്ടാണോ കേക്കണത്? അല്ല, നിനക്ക് ഇതൊന്നും വാങ്ങിച്ചു തരില്ലേ നിന്റെ ഭർത്താവ്? നീ ഇതൊന്നും വാങ്ങിച്ചു കൊടുക്കൂലേടി? ഞാനിപ്പോഴും അതിനെ കുറിച്ചൊക്കെ അങ്ങനെ ചിന്തിക്കാറില്ല. അങ്ങനെ മേടിച്ച് അങ്ങോട്ട് കൊടുക്കണം. നേരെ അതൊക്കെ ഒരു സന്തോഷം. അതൊക്കെ സന്തോഷം വർഷത്തിൽ ഒരിക്കൽ വരുന്നല്ലേടി. ഇതൊക്കെ നോക്കട്ടെ, അടുത്ത പ്രാവശ്യം ക്ലീറ്റോ എന്തെങ്കിലും മേടിച്ചു കൊടുക്കാം. വാങ്ങിച്ചു കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഇതെന്താ ഇങ്ങോട്ട് കൊണ്ടുവന്നതെടി ഇപ്പോഴത്തെ പേഷനാ. ഇപ്പോഴത്തെ പേഷൻ അങ്ങേര് ഇടില്ല. 2 ഇഞ്ച് ഇറക്കം കുറയ്ക്കുന്നോടി. ഇറക്കം കൂടുതൽ നിനക്കറിയാല്ലോ. നോക്ക്, നിനക്കറിയാം. ചേച്ചി പോയി എടുത്തതാ? നിനക്കറിയാലോടി. ഇത് ചേച്ചി പോയി എടുത്താണോ? ഓ, ഞാൻ ചെന്നെടുത്തടി. എന്റെ പൊന്നെ, ഈ പ്രായത്തിൽ ഇതൊക്കെ ചെയ്യണതിന് ഞാൻ സമ്മതിച്ചു. നോക്കി നല്ല എടുത്ത് കൊടുക്കണ്ടേടി. ഇതപ്പൊ ഇറക്കം കുറയ്ക്കണോ അല്ലേ? 2 ഇഞ്ച് ഇറക്കം കുറയ്ക്കണം. വേറെ ഒന്നും ചെയ്യണ്ടല്ലോ? വേറെ ഒന്നും ചെയ്യണ്ട. ഇതേപോലെ തന്നെ വെട്ടിക്കളയണോ? വെട്ടിക്കളയണം. അപ്പൊ ചേട്ടനെ കാണിച്ചിട്ടില്ല ഇത്? ഇല്ല. ഇന്ന് സമ്മാനമായിട്ട് കൊടുക്കും. പിന്നെ പോട്ടെ, നമ്മുടെ മോളുടെ കാര്യം എന്താ? മോളുടെ കാര്യം അതുപോലെ തന്നെ. അല്ല ചേച്ചി, നമ്മുടെ അമ്പലത്തിലെ അവരെ നമ്മുടെ കരയോഗത്തിന്റെ ആരെങ്കിലും കണ്ട് പറയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അനുസരിക്കില്ല. എല്ലാവരും അനുസരിക്കില്ല. എന്ത് പറഞ്ഞാലും അനുസരിക്കില്ല. അവന്റെ വീട്ടുകാരെന്താ പറയണേ? അവന്റെ വീട്ടുകാർ അവന് സപ്പോർട്ട്. ഓ, അത് എന്ത് മനുഷ്യരാ അത്. അവിടെ ആരൊക്കെ ഉള്ളത്? അമ്മായിയമ്മയുണ്ടോ? ഓ, അമ്മായിയമ്മയുണ്ട്, ഒരു നാത്തൂനുണ്ട്, ഒരു അനിയന്റെ ഭാര്യയും അനിയനും ഉണ്ട്. അപ്പച്ചനില്ല? പാവ പെങ്കൊച്ചിന്റെ രീതി. ഇപ്പൊ എന്റെ അടുത്താ നിക്കുന്നത്. ഞാൻ അല്ല, അങ്ങനെ പോരാണെങ്കിൽ അങ്ങോട്ട് വിടണ്ട. കൊച്ചിനോട് പോവില്ല അവള് ഇവിടെ നിൽക്കുന്നത്. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്തോ ചേച്ചി, വൈകുന്നേരം പോരും, ഞാനത് തയ്ച്ചു വെച്ചേക്കാം. എന്നാ ശരി. നമ്മുടെ പാർട്ടിയുടെ റെസിപ്റ്റ് അടിച്ചതേ വീട്ടിലാണോ എന്നൊരു സംശയം. ഞാൻ ഈ ഓഫീസിൽ കൊണ്ടുവച്ചെന്നാ വിചാരിച്ചതേ. അപ്പൊ അതിപ്പോ ഇവിടെ കാണാനില്ല. നീ അവിടെ ഉണ്ടോ എന്ന് നോക്കിയേ. പാർട്ടിയുടെ റെസിപ്റ്റ് ഞാൻ അടിച്ചതേ വീട്ടിൽ അവിടെ അലമാര ഇരിക്കണമെന്ന്. ഇവിടെ ഞാൻ എവിടെ നോക്കാനാ? എടി, അലമാരക്കുള്ളിലുണ്ട്. ഞാൻ അവിടെ വെച്ചിട്ടുണ്ടോ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേ. എന്നാ നോക്കിയിട്ട് ഞാനേ ഉച്ചക്ക് വിളിക്കാം. എടി, എനിക്ക് ഇപ്പൊ നോക്കിട്ട് പറയാൻ പറഞ്ഞു. ക്ലീറ്റ് എനിക്ക് വേണ്ട പണിയുണ്ട്. ക്ലീറ്റ് ഇപ്പൊ അത് തെരഞ്ഞുകൊണ്ട് കള സമയമില്ല. നോക്കിട്ട് പറ, കാരണം എനിക്ക് വേറെ റെസിപ്റ്റ് അടിക്കാനാണ്. എന്തൊരു കഷ്ടാണ്. ക്ലീറ്റ് ഇത് നോക്കിയിട്ടൊക്കെ എടുത്തിട്ട് പോയാൽ എന്താ? ഞാനത് വിട്ടു ഒരു സംശയം. നീ ഒന്ന് അലമാരയിലുണ്ടോ എന്നൊന്ന് നോക്കിയേ. എന്നാ ശരി, കട്ട് ചെയ്യ. കട്ട് ഞാൻ ഹോൾഡ് ചെയ്തോളാം. നീ ഒന്ന് നോക്കിയേ. ഈ ക്ലീറ്റോന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, ഈ മനുഷ്യനെ ഇട്ട് ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിട്ട്. ഈ തുണി വെക്കണ അലമാരിയല്ലേ? തുറക്കട്ടെ. ഇത് മുറുകിയിരിക്കണ അലമാരിയാ. ഇതിനകത്ത് അപ്പടി തുണിയല്ല. ഇതിനകത്ത് എവിടെയാ? ഈ താഴത്തെ തട്ടിലിരിക്കണതാണോ?
ആ ആ ബാഗിലൊന്ന് നോക്കിയേ. ആ ഒന്ന് നോക്കട്ടെ, ഒരു മിനിറ്റ് നോക്കിയോ? നിക്ക് നോക്കട്ടെ. ഇതിനകത്ത് തുണികളാ ക്ലീറ്റോ? നീ അതിനുള്ളിലേ നീ നോക്ക്. നീ ആ ഫോൺ അവിടെ വെച്ചിട്ട് നോക്കൊന്ന് നോക്കിയിട്ട് എന്നെ അടുത്ത് പറഞ്ഞാൽ മതി. ഇതിനകത്ത് ഒരു കവർ ഇരിക്കണതാണോ? കവർ കിട്ടിയോ? ആ ഒരു കവർ എടുത്തേ, കവർ എടുത്തേ. ആ ഒരു മിനിറ്റ്. ആ കവറില് കവർ കിട്ടി. ആ കവറിനകത്ത് അത് തുറന്ന് അതിനകത്ത് റെസിപ്റ്റ് ആണോ നോക്കിയേ. ഒരു മിനിറ്റ്, ആ കട്ട് ചെയ്യണ്ടേ, ഞാൻ വിളിക്കാം. ആ ആ ഞാൻ ഹലോ. ഹലോ ഹലോ, റെസിപ്റ്റ് കിട്ടിയായിരുന്നോ? ഇഷ്ടായോ? അതേ ആ കവറിനുള്ളിൽ വേറൊരു സർപ്രൈസ് കൂടിയുണ്ട്. അതോടെ നോക്കി. കിട്ടിയോ? അപ്പോ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. Alien versus Alien.